ചൈന അതിർത്തിയിൽ എല്ലാം ശാന്തമായില്ല. സംഘർഷം അയയുന്നു, മുറുകുന്നു. സമാധാനം അരികെ സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യ ചൈന ധാരണ. ജൂൺ 24 തലക്കെട്ട്. സമവായം പിന്മാറ്റം. സമവായം കേരള കൗമുദി തലക്കെട്ടാണ് ഇത്. കരുത്ത് കാട്ടി ഇന്ത്യ, പിന്തിരിഞ്ഞ് ചൈന. മലയാള മനോരമ പറയുന്നു, സംഘർഷം കുറയ്ക്കാൻ ധാരണയായി, പക്ഷെ ചൈന മൗനം എന്ന്. അടുത്ത ദിവസങ്ങളിൽ സംഘർഷം കൂടുന്നതിന്റെ സൂചനകൾ. ചൈനയുടെ അതിക്രമത്തിന് പിന്നാലെ ഇന്ത്യ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരുന്നു. തിരിച്ചടിക്കാൻ സൈന്യത്തിന് അനുമതിയും നൽകി. തുടർന്നാണ് സംഘർഷം കുറയ്ക്കാൻ മാരത്തോൺ ചർച്ച നടന്നത്. തങ്ങളുടെ കമാൻഡർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി ചൈന സമ്മതിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ സംഘർഷം അയഞ്ഞു എന്ന ആശ്വാസ വാർത്ത എത്തി. ചൈന അവകാശവാദം ഉന്നയിച്ച ഗൽവാൻ താഴ്വര ചരിത്രപരമായി ഇന്ത്യയുടേതാണെന്ന് തെളിവുകളോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. Roughly where this claim line goes from. Now if you see this is a Google Earth satellite map. This is the flashpoint where the violence happened, and China is now claiming this extra territory. From here till here is new land that China is claiming, whereas in that historical map that I showed you, the Chinese claim line actually runs along the red line here, which is the line of actual control or the Chinese claim line. And there is at least a 5-kilometer gap between what they're now claiming and what has traditionally been the position. So I first demolished the Chinese claim using a historical map from one of their military histories. ഇങ്ങോട്ട് അതിക്രമിച്ച് കടന്ന ചൈനയോട് അനുനയ സ്വരമാണോ സർക്കാരിൽ നിന്ന് ഉണ്ടായത്? വസ്തുത മറച്ചുപിടിച്ച് ചൈനയെ പ്രീണിപ്പിക്കാൻ ശ്രമമുണ്ടായോ? ചൈന ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു കയറിയിട്ടില്ല എന്ന് പ്രധാനമന്ത്രി മോദി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ സന്ദർഭം ഏതായിരുന്നു? ചൈനീസ് പട ഇങ്ങോട്ട് കടന്ന് പോർവിളി നടത്തിയ ശേഷം ഇന്ത്യയുടെ 20 സൈനികർ രക്തസാക്ഷികളായതിന്റെ പിന്നാലെ. ഇത്രയും നടന്നിട്ടും വിവാദ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങോട്ടാരും കടന്നിട്ടുമില്ല, ഒരു സൈനിക പോസ്റ്റും പിടിച്ചിട്ടുമില്ല എന്ന്. രാജ്യത്തിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുക എന്നതായിരിക്കാം ലക്ഷ്യം. പക്ഷേ വ്യക്തമായ വസ്തുതാവിരുദ്ധത വിപരീത ഫലമാണ് ചെയ്തത്. ഇത്രയേറെ ആശയക്കുഴപ്പം സൃഷ്ടിച്ച മറ്റൊരു പ്രസ്താവന അടുത്തൊന്നും ഒരു നേതാവിൽ നിന്നും ഉണ്ടായിട്ടില്ല. ചൈനീസ് പട ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നതായി സൈന്യവും പ്രതിരോധ മന്ത്രിയും ആരോപിച്ചിരുന്നു. ഗൽവാനിൽ ഇന്ത്യൻ മണ്ണിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ചൈന തുനിഞ്ഞു എന്ന് വിദേശകാര്യമന്ത്രിയും പറഞ്ഞതാണ്. അപ്പോൾ പ്രധാനമന്ത്രി എന്തേ ഇങ്ങനെ പറയാൻ? ആ 20 രക്തസാക്ഷികൾ എങ്ങനെ മരിച്ചു? മഞ്ജുളിന്റെ കാർട്ടൂണിൽ രക്തസാക്ഷികൾ മോദിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രശ്നമില്ലാതാക്കാൻ ഒട്ടകപക്ഷിയാവുക. സമൂഹ മാധ്യമങ്ങളിൽ വിമർശന പോസ്റ്റുകളുടെ പ്രവാഹമായി. ഇന്ത്യൻ സൈനികർ ചൈനീസ് പ്രദേശത്ത് കൊല്ലപ്പെട്ടു എന്നാണ് മോദി അർത്ഥമാക്കുന്നതെങ്കിൽ അദ്ദേഹം ചൈനയുടെ ആരോപണം ശരിവെക്കുകയാണ്. അതോ ചൈനക്കാർ കാലുവെച്ചിടമെല്ലാം അവരുടെ ഭൂമിയാണ് എന്നോ? മോദി ചൈന എന്ന വാക്ക് ഉച്ചരിച്ചില്ലെന്നും വിമർശനം. കയ്യേറി പിടിച്ച ഭൂമി വിട്ടുകൊടുക്കലായി പോയി മോദിയുടെ പ്രസ്താവനയെന്ന് മുൻ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ HS പനാഗ് കുറിച്ചു. മോദി ഇന്ത്യയെ കൈയൊഴിഞ്ഞു എന്ന്. പ്രായോഗിക ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കഴിവുകെട്ട പ്രധാനമന്ത്രിക്ക് കഴിവുകെട്ട പ്രസംഗമെഴുത്തുകാർ. ഈ ചൌക്കിദാറുടെ കാവൽക്കാരന്റെ കഴിവിനെപ്പറ്റി ചോദ്യമുയർന്നു. പലരും ഓർത്തു US ചെന്ന് മോദി പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാം സൗഖ്യം, सब चंगासी। और इसलिए जब आपने पूछा है हाउडी मोदी, तो मेरा तो मन कहता है उसका जवाब यही है, भारत में सब अच्छा है। सब चंगासी। ഇപ്പോൾ കാർട്ടൂണിസ്റ്റ് സതീഷ് ആചാര്യ കാവൽക്കാരന്റെ വാക്കുകൾ അനുസ്മരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, എല്ലാവരും ഉറങ്ങിക്കോളൂ.
20 ശവപ്പെട്ടികൾക്ക് കാവലിരിക്കുന്നയാളാണ് മഹ്മൂദിന്റെ കാർട്ടൂണിൽ. രാജ്യത്തെയും സൈനികരെയും അവഹേളിക്കലായി പോയി മോദിയുടെ പ്രസ്താവന എന്ന് ടെലിഗ്രാഫ്. രാജ്യത്ത് സർവ്വസൈന്യാധിപ സ്ഥാനം സൃഷ്ടിക്കപ്പെട്ട ശേഷമുണ്ടായ ആദ്യത്തെ അതിർത്തി ലംഘനം ആ പദവിയുടെ വ്യർത്ഥത തെളിയിച്ചു. എല്ലാം ഭദ്രമെന്ന് പറഞ്ഞ് സർക്കാർ ഉറങ്ങിപ്പോയതിന്റെ ഫലം പട്ടാളക്കാരുടെ ജീവൻ രാഷ്ട്രീയായുധം മാത്രം. മുൻ സൈനികൻ ലഫ്റ്റനന്റ് ജനറൽ രാമേശ്വർ റോയ് കുറിച്ചു, ചൈനയ്ക്ക് കയ്യേറ്റ ഭൂമി വകവെച്ചു കൊടുക്കുന്നതിൽ സങ്കടമുണ്ട്. പ്രധാനമന്ത്രി മൗനം വെടിയണം. മുൻപ് മൻമോഹനെ മൗനമോഹൻ എന്ന് വിളിച്ചയാളാണ്. പട്ടാളക്കാരെ ക്രൂരമായി വധിച്ചിട്ടും പറയുന്നത് അതിക്രമിച്ച് കയറിയില്ല എന്ന്. വിമർശനം പ്രവഹിച്ചതോടെ സർക്കാർ ഒരു വിശദീകരണം വാർത്താക്കുറിപ്പായി ഇറക്കി. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സൈനികർ വധിക്കപ്പെട്ട ജൂൺ 15 ശേഷം കയ്യേറ്റമുണ്ടായില്ല എന്നാണ്. പിന്നാലെ വിദേശകാര്യ വകുപ്പും വിശദീകരണം ഇറക്കി. ഇതൊക്കെയായിട്ടും വ്യക്തത ആയില്ല എന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ദേശസുരക്ഷയുടെ കാര്യത്തിൽ മോദി ഒളിച്ചുകളി നിർത്തണമെന്ന് ദ ടെലിഗ്രാഫ് മുഖക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. മോദിയുടെ പ്രസംഗവും വിശദീകരണവും കൂടുതൽ സംശയമുയർത്തി എന്ന് ഡെക്കാൻ ഹെറൾഡ് എഴുതി. മോദി പറഞ്ഞത് മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. അപ്പോൾ വിമർശിച്ച മുൻ സൈനികരോ? 2 തവണ വിശദീകരിച്ചിട്ടും സംശയം ബാക്കിയാക്കുന്ന പ്രസംഗം തന്നെ പ്രശ്നമെന്ന് ഹിന്ദു. ഡെക്കാൻ ക്രോണിക്കിൾ കുറിച്ചത് പ്രസംഗം മോശമായിരുന്നെങ്കിൽ വിശദീകരണം അതിലും മോശമായി എന്ന്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വിമർശിക്കുന്നവരെ പഴിച്ചിട്ട് കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി. പൊതുവെ സർക്കാർ പക്ഷമെന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ ടൈംസും പയനിയറും പോലും മോദിയെ ന്യായീകരിക്കാൻ തയ്യാറായില്ല. സുതാര്യതയില്ലായ്മയും ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാത്തതും ഗുരുതരമായ ഭരണപാളിച്ചയാണ്. കാർഗിൽ യുദ്ധനായകൻ സോനം വാങ്ചുക്കും മോദിയോട് വിയോജിച്ചു. ഇന്ത്യൻ സൈനികരെ തടവിലാക്കിയിട്ടില്ല എന്ന് അവകാശപ്പെട്ടതിന് ശേഷം 10 പേരെ മോചിപ്പിച്ച വാർത്ത വന്നു. ഇന്ത്യൻ പ്രദേശത്ത് ചൈനീസ് ക്യാമ്പുകൾ സ്ഥാപിച്ചതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വന്നു. ജാഗ്രത കുറവിന്റെ ലക്ഷണങ്ങൾ. പ്രസ്താവനകൾക്കോ വിശദീകരണങ്ങൾക്കോ നീക്കാനാവാത്ത ചോദ്യങ്ങൾ. വൈകാരികമായി ജനങ്ങളെ ഇളക്കിയതുകൊണ്ടൊന്നും പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ. പ്രശ്നം തീർന്നു എന്ന് പറയുന്നു, പക്ഷേ പഴയ പ്രശ്നങ്ങൾ പോലും തീർന്നില്ല. ഈ വിവാദം ദേശീയ ചാനലുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു? ആജ് തക് ചാനലിൽ ശ്വേതാ സിംഗ് പറഞ്ഞത് കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടു. കുറ്റം സർക്കാരിന്റേതല്ല, ഡ്യൂട്ടിയിൽ ഉറങ്ങിയ പട്ടാളക്കാരുടേതാണ് എന്ന്. ये सवाल उठाना कि चीनी सेना हमारे जमीन पर आ गई और हम सोते रहे, ये सरकार पर सवाल नहीं होता है, ये सेना पर ही सवाल होता है, क्योंकि पेट्रोलिंग की ड्यूटी सरकार की नहीं होती है, सेना की होती है। और हमारे देश में सेना की कोई इतनी आजादी है, हमारे अर्धसैनिक बलों को भी आजादी है कि वो जो पेट्रोलिंग ड्यूटी कर रहे हैं उसके लिए किसी पॉलिटिकल मास्टर से अपने कमांड नहीं लेते हैं। अगर आईटीबीपी के हटने के बाद वहां पर भारतीय सेना भी पहुंची और आप कहते हैं कि चीन ने हड़प ली हमारी जमीन, तो ये फिर सेना के ऊपर सवाल हो जाता है। और इस समय സർക്കാരിനെ പ്രതിരോധിക്കാൻ ചാനലുകൾ പയറ്റിയ ചില വിദ്യകളെപ്പറ്റി മനീഷ പാണ്ഡെ. സൂത്രം 1, ഇന്ത്യയുടെ 20 രക്തസാക്ഷികളെ വിട്ട് ചൈനയുടെ 43 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പൊലിപ്പിച്ചു. Chinese have had more than 40 casualties is the information that is just coming in on the broadcast. So the Indians gave it as good as we got and with interest to the Chinese. मैं यही बात कह रही थी कि छेड़ोगे तो छोड़ेंगे नहीं, और अगर लड़ोगे तो इसी तरह से जवाब मिलेगा। अगर आप ध्यान से देखेंगे तो आपको ये पता चलेगा कि कल जो हाथापाई हुई है दोनों सेनाओं के बीच में, इसमें ज्यादा नुकसान चीन का हुआ है। भारत के 20 सैनिक शहीद हो गए। भारत ने चीन को भी बड़ा नुकसान पहुंचाया और चीन के 43 सैनिकों को मार गिराया। മറ്റൊരു സൂത്രം സർക്കാരിനോട് ചോദ്യം ഉന്നയിക്കുന്നത് വിലക്കുക. The question is, did Modi Sarkar do enough to protect our men in uniform? ये सवाल अभी आप नहीं पूछ सकते हैं. सत्ता का साथ ही राष्ट्रहित माना जाता है। अगर आप सचमुच मानते हैं कि आपके घर में मातम है तो आप इज्जत दीजिए, और कैसे इज्जत देंगे ये नहीं हमें पूछना है सवाल। सरकार बताए, सरकार बताए।
अरे सरकार 10 कामों में और अभी व्यस्त है। और अब आप ये देखिए कि भारत में कैसे एक पूरा की पूरा गैंग, जिसे हम सबूत गैंग कहते हैं, इस खबर पर आज भी इस समय भी अपना एजेंडा चला रहा है। उल्टा ये लोग भारत की सेना और सरकार का मजाक उड़ा रहे हैं। उल्टा ये लोग कह रहे हैं कि हमें बताओ हमारे कितने लोग मारे गए, क्यों मारे गए। लेकिन कोई सुनना नहीं चाहता है सर ये सवाल, शायद इस वजह से। I am a journalist, Abhijit, right? I can also start holding placards. I want my camera team and my reporters to land in a helicopter at the LAC tomorrow. I'm being denied the truth. Should I do that, Rajiv? ചോദ്യം ചോദിക്കുന്നത് മാധ്യമ പ്രവർത്തനമാകില്ല എന്ന് ഒരു വസ്തുത കാണാതെ വയ്യ. ചൈനയുടെ കടന്നുകയറ്റത്തെപ്പറ്റി ചോദ്യം ഉന്നയിച്ചതും സത്യം കണ്ടെത്തിയതും കൂടുതലും പരമ്പരാഗത മാധ്യമങ്ങളല്ല, മുൻ സൈനികരും നയതന്ത്ര നിരീക്ഷകരുമാണ്. സർക്കാരും സർക്കാർപക്ഷ മാധ്യമങ്ങളും നിഷേധിക്കുമ്പോഴും മെയ് തുടക്കം മുതൽ ചൈനീസ് കടന്നുകയറ്റത്തെപ്പറ്റി വാർത്ത ചെയ്തവരെ ഇന്ത്യൻ ജേർണലിസം റിവ്യൂ പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടറായ അജയ് ശുക്ലയാണ് ഒന്ന്. ഇന്ത്യൻ മണ്ണ് ശത്രുസേന കൈയടക്കിയെന്ന് ഈ മുൻ കേണൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അധികൃതർ നിഷേധിക്കുകയായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിനും മറ്റും വേണ്ടി റിപ്പോർട്ട് ചെയ്ത സുശാന്ത് സിംഗ് ആണ് മറ്റൊരാൾ. ഇക്കണോമിക് ടൈംസിന്റെ രാഹുൽ ത്രിപാഠി, മനു പബ്ബി എന്നിവർ മെയ് 12-ന് ചൈനീസ് അതിക്രമം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ അവഗണിച്ചു. ചൈനയെ കൈകാര്യം ചെയ്യുന്നതിൽ പുതുചിന്ത വേണമെന്ന് മുൻ ഇന്ത്യൻ അംബാസഡർ KP ഫാബിയൻ. ഇപ്പോൾ വെളിപ്പെട്ടത് പ്രീണന നയമെന്ന് പ്രൊഫസർ ബ്രഹ്മ ചെലാനി. ചൈനക്കാർ നമ്മെ കളിയാക്കുന്നു എന്ന് മോഹൻ ഗുരുസ്വാമി. സൈനികർ മരിക്കാനിടയായതിന് പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു ലഫ്റ്റനന്റ് ജനറൽ HS പനാഗ്. വിദേശ നയത്തിന്റെ പരാജയമെന്ന് ശിവം വിജ്. വസ്തുതകൾ ഒരു ഭാഗത്തും സർക്കാരിനെ ചോദ്യം ചെയ്യരുതെന്ന ശാഠ്യം മറുഭാഗത്തും വന്നപ്പോൾ ഇന്ത്യ ടുഡേ അതും ഒരു വിദ്യയാക്കി. ചാനലിലെ 2 അവതാരകർ വിരുദ്ധ ചേരികളിൽ നിന്ന് വാദിച്ചു. പ്രധാനമന്ത്രിയെ ന്യായീകരിച്ച് രാഹുൽ കമലും ചോദ്യം ചെയ്ത് രജ്ദീപ് സർദേശായിയും. We're seeing a very different kind of response from India this time round. Remember, during Pandit Nehru's time, we had Air Force capabilities which were never used in the manner in which the most sophisticated pieces of weapon systems that India has have now been deployed. And this is all being picked up by China, which is an indication that we used the Air Force during Balakot. The Prime Minister in his address at 9 o'clock, in about 5 minutes from now, will speak about counter-actions, a very, very strong signal to China, Rajdeep. I have a completely different perspective to this, because the fact is that there is a lot of deploying your forces on the border or sending out this tough message to China means nothing till the Chinese move back from where they've come. That is the true test of this. I think at the end of the day, we saw this even in Doklam. The Chinese pulled back but continued to have their presence in different parts of the plateau. The test of whatever the Prime Minister says is twofold. One, how did the incursion take place in the first place? Which incursion? He just said that none of our land has been taken over by the Chinese and there is no force. പ്രധാനമന്ത്രി പറയുന്നത് വിശ്വസിക്കണമെന്ന് രാഹുൽ ഖവൽ. പക്ഷേ ഇപ്പോൾ പിന്മാറ്റ ധാരണയ്ക്ക് ശേഷവും ഗൽവാനിൽ വീണ്ടും ചൈനീസ് സൈന്യത്തെ കാണുന്നു. വിഷയം സർക്കാരിന്റെ പിടിപ്പുകേടിന് തെളിവാണോ അല്ലേ എന്നത് കാലം തെളിയിക്കട്ടെ. പക്ഷേ കുറെ മാധ്യമങ്ങളുടെ ദാസ്യം ഇതോടെ പുറത്തു വന്നു.